നിങ്ങളെയും കൊണ്ടൊരു വഴിക്കിറങ്ങിയ ഇതാ കുഴപ്പം. ഞാൻ റെഡിയായിട്ട് എത്ര നേരമായി? പെട്ടെന്ന് വരുന്നെങ്കിൽ വാ. അമ്മ ഞങ്ങൾ ഇറങ്ങുകയാണേ. ലേറ്റ് ആയാൽ കഥവ് കുറ്റിയിട്ടിട്ട് ഉറങ്ങിക്കോ. ശരി ശരി മോളെ. ഇത് എവിടെ നോക്കിയേ? ഇത് സ്വന്തം ഇത് എവിടെ എന്തെങ്കിലും അടിച്ചു മാറ്റിയായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞാലേ ശരിയാവൂ. പീറ്റർ എന്റെ മകനെ പോലെ തന്നെയാണ്. നീ ഇരിക്കെ. വർഷങ്ങൾക്ക് മുൻപ് എന്റെ ബ്രദർ ആന്റണി ഇറ്റലിക്ക് പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ചു പോയ സാധനമാണ് ആ നിൽക്കുന്ന പീറ്റർ. ഹലോ ഡിയർ പപ്പൻ, ഡിയർ ഫ്രണ്ട്, a bigger cheer for Papan Ji. ഇന്നത്തെ കാലത്ത് ഈ ബോംബെയിൽ പണിയില്ലാത്ത ആരെയും കാണാൻ കഴിയില്ല. And everyone is busy here. പണിയില്ലാത്തവർ പോലും എന്ത് ബിസിയാണ് ഇവിടെ. വഴിയിലിരിക്കുന്ന പിച്ചക്കാർ പോലും ബിസിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തിനധികം പറയുന്നു, എന്റെ പീറ്റർ പോലും ബിസിയാണ്. പക്ഷെ അവൻ എന്തെങ്കിലും ഒരു പണിയുള്ളതായി എനിക്കറിയില്ല. ഒരു പണിക്കും പോകാത്ത, 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത, ഒരു തണ്ടി നടക്കുന്ന നമ്മുടെ പീറ്റർക്കും ഇതാ കല്യാണം. ഇപ്പോഴത്തെ എന്റെ ചിന്ത നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എന്റെ ഫീലിങ്സ്, ഇപ്പോഴത്തെ എന്റെ ഫീലിങ്സ്, ഇനി ഈ പെണ്ണിന് കൂടി ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരുമല്ലോ. Let me finish. ചിരിയൊക്കെ ഇന്നത്തോടെ തീരും. ഒരു ചുവടായി പോയി. അയ്യോ, ഞാൻ ഇന്ന് പെട്ടിക്കകത്ത് കയറ്റി അയക്കും. എന്റെ അമ്മേ, ഇയാളെ മച്ചമ്പി ഇതിനെടുത്ത എവിടെങ്കിലും കൊണ്ട് കള. ഇത് കരഞ്ഞ അന്നത്തെ ദിവസം പോക്കാ എന്റെ. ഇരിക്ക്, ഞാൻ നോക്കിക്കോളാം. ഇന്നത്തെ രാത്രിയെങ്കിലും അലമ്പാക്കാൻ നോക്കിക്കോളേ. നീ പോയി സാധനം എടുത്തോണ്ട് വാ. ചെല്ലേ ചെല്ലേ. ഞാൻ പോയിട്ടുണ്ട്. ഇനി സ്മോളാ, നീ അടുത്ത ചത്തോ? ചുമ്മാ ഇരിക്കും. മോളങ്കളിന് ഹായ് പറയാ. ഹായ് ഹായ്. അവരൊക്കെ ഇവിടെ പോയി? അവരെല്ലാവരും കൂടി പീറ്ററിന്റെ കല്യാണത്തിന് പോയിരിക്കുക. അച്ഛാ, നമുക്ക് പോവാം. നീ വാ, നമുക്ക് പോവാം. ആഹാ, അമ്മേ മോളും കൂടി എന്നെ ഇട്ടിച്ചങ്ങ് പോയല്ലേ? നിന്നോട് എന്നോട് ചോദിച്ചത്? ആ കോലത്തിൽ കിടക്ക് നാളെയും കാത്ത് രാത്രിയിൽ എത്ര നേരം ഞാൻ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കുക. എടി, നീ വന്ന് തർക്കുത്തരം പറഞ്ഞു തുടങ്ങി അല്ലേടി? എന്താടി നിനക്ക് ഇത്ര അഹങ്കാരം? അല്ല, എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. നീ നിന്റെ അമ്മയുടെ കൂട്ടാ എന്നെ ഇട്ടിട്ടങ്ങ് പോയല്ലോ. എന്നിട്ട് അത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പം അവള് തർക്കുത്തരം പറഞ്ഞ് ജയിക്കാൻ നോക്കുന്നു. ശാവാം. മോളെ,
എന്താടാ നിനക്കെന്താ കാര്യം പടാ. നിങ്ങൾ തമ്മിൽ എന്ത് വെള്ളമായിക്കോ? ആ അതിനിടെ മേഘമോളെ വെറുതെ വിട്ടു. ആ അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവള് പോണോ അങ്ങോട്ട്. പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ എന്നെ തല്ലുവല്ലോടാ. അയ്യോ അയ്യോ അപ്പോ വേണ്ട അവനെ വിടാ പപ്പനെ ചെയ്യരുത് പപ്പ 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 എവിടേക്കാ നീ പോന്നെ പപ്പ ഇതിങ്ങനെ തുടർന്നാൽ അത് ശരിയാവില്ല. വേറെ എന്തും ഞാൻ സഹിക്കും. പക്ഷെ മേഘമുള്ള സങ്കടം അധികം വൈകാതെ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. മീര എൻ്റെ കൂടെ ഉണ്ടാവണം. चिकना है तेरी बॉडी भी मस्त है तेरी बीवी के तो मजे हैं ए सुन तू शादीशुदा होके भी मेरे पास क्यों आता है अरे क्या हुआ छोड़ो मुझे. छोड़ दो. ഹലോ ഇത് ഞാനാ. മോളെയും റെഡിയാക്കി ഒരുങ്ങിയിരുന്നു. നാളെ നേരം വെളുക്കും മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകും. എതിർക്കാനായിട്ട് ഒരുത്തനും വരില്ല. അത് നിന്റെ ചേട്ടത്തിയാണ്. നീ അവിടെ നിർത്ത്. दत्ता और जय जैसे ऑफिसर्स ने उस ऑपरेशन को कामयाब बनाया था. दत्ता अब सीबीआई का आदमी है और जयंत एटीएस में. ठीक है, एक नया स्क्वाड, नए ऑफिसर्स, एक नया ऑपरेशन. क्यों सर? इस तरह की स्ट्रीट किलिंग्स का तरीका मुझे इम्पॉसिबल सर.
Can you include Mr. Ajay in this squad, sir? देखते हैं सीएम साहब तो कल स्क्वाड अनाउंस कर ही रहे हैं. ഇന്ന് സെർവന്റ് വരാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. Oh, അതൊന്നും സാരമില്ല മാം. मेनन, आई एम हियरिंग दिस एक्सक्यूज एवरी डे.